नमस्ते। आज हम डॉक्टर रामकुमार वर्मा का प्रतिशोध नामक एकांकी की चर्चा करें। देखिए, प्रतिशोध पगरम विटल। सुप्रसिद्ध साहित्यकार डॉक्टर रामकुमार वर्मा ने एकांकी की प्रगति के लिए एक नया रास्ता दिखाया। സുപ്രസിദ്ധ സാഹിത്യകാരനായ ഡോക്ടർ രാംകുമാർ വർമ്മ ഏകാംഗ നാടകത്തിൻ്റെ പുരോഗമനത്തിനു വേണ്ടി ഒരു പുതിയ വഴി കാണിച്ചു. ഇനെ ഹിന്ദി ഏകാംഗിക ജനക് ബി കഹാ ജാതാ ഹെ. ഇദ്ദേഹത്തെ ഹിന്ദി ഏകാംഗ നാടകത്തിൻ്റെ പിതാവ് എന്നും വിളിക്കുന്നുണ്ട്. ऐतिहासिक एवं सामाजिक नाटक और एकांकी लिखकर उन्होंने हिंदी साहित्य को अनुഗ്രഹീത് किया. ചരിത്രപരവും സാമൂഹികപരവുമായ നാടകങ്ങൾ, ഏകാംഗ നാടകങ്ങൾ എഴുതി അദ്ദേഹം ഹിന്ദി സാഹിത്യത്തെ അനുഗ്രഹീതമാക്കി. പ്രതിശോധ് ഉൻകാ एक सुंदर पारिवारिक एकांगी है. പ്രതിശോധ് അദ്ദേഹത്തിൻ്റെ മനോഹരവും കുടുംബപരവുമായ ഒരു ഏകാംഗ നാടകമാണ്. ये संस्कृत के महाकवि भारवी के जीवन की छोटी सी मार्मिक घटना पर आधारित है. ഇത് സംസ്കൃതത്തിലെ മഹാകവിയായ ഭാർവിയുടെ ജീവിതത്തിലെ ഹൃദയസ്പർശിയായ ഒരു ചെറിയ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. पितृप्रेम की महानता समझाने में असमर्थ होकर अविवेकी पुत्र प्रतिशोध के लिए तैयार हो जाता है. പിതൃസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പിഴച്ചുപോയിട്ട് വിവേകമില്ലാത്ത മകൻ പകരം വീട്ടാൻ തയ്യാറെടുക്കുകയാണ്. अंत में पश्चाताप विवश होता है और स्वयं पिता से प्रायश्चित की भीख मांगता है. അവസാനം പശ്ചാത്താപം കൊണ്ട് നിസ്സഹായനാകുകയും സ്വയം പിതാവിനോട് പ്രായശ്ചിത്തത്തിനായി യാചിക്കുകയുമാണ്. महापंडित और कवि ഭാർവി ശ്രീധർ का इकलौता पुत्र था. മഹാപണ്ഡിതനും കവിയുമായ ഭാർവി ശ്രീധറിൻ്റെ ഒരേയൊരു മകനായിരുന്നു. बड़े बड़े शास्त्रार्थों में उन्होंने विजय प्राप्त की थी. വലിയ വലിയ സംവാദങ്ങളിൽ അദ്ദേഹം വിജയിക്കലുണ്ടായിരുന്നു. ശ്രീധർ को अपने पुत्र की सफलता पर बहुत गर्व था. ശ്രീധരന് തൻ്റെ മകൻ്റെ വിജയങ്ങളിൽ വളരെ അഹങ്കാരമായിരുന്നു. पर उन्हें ये आशंका अवश्य थी कि बार बार की जय यात्रा से पुत्र के मन में शायद अहंकार ने जन्म लिया हो. എന്നാൽ അദ്ദേഹത്തിന് തീർച്ചയായും ഒരു ഭയവും ഉണ്ടായിരുന്നു. എന്തെന്നാൽ കൂടെയുള്ള വിജയയാത്ര കൊണ്ട് മകൻ്റെ മനസ്സിൽ ഒരുപക്ഷെ അഹങ്കാരം ജന്മമെടുത്താലോ എന്ന്. वे समझ गए कि ഭാർവി को अपनी विद्वत्ता को घमंड हो गया है. അദ്ദേഹം മനസ്സിലാക്കി ഭാർവി തൻ്റെ പാണ്ഡിത്യം കൊണ്ട് അഹങ്കാരിയായി പോയിട്ടുണ്ട് എന്ന്. वे अच्छी तरह जानते थे कि अहंकार उन्नति का बाधक है. അദ്ദേഹത്തിന് നല്ല പോലെ അറിയാമായിരുന്നു അഹങ്കാരം ഉയർച്ചകളെ തടയുന്നതാണ് എന്ന്. ദംഭി പുത്ര കാ പിതാ ഹോന വേ അപ്ന അപമാൻ സമജ്തേ ഥേ. അഹങ്കാരിയായ മകൻ്റെ പിതാവാകുക എന്നത് അദ്ദേഹം സ്വയം ഒരു അപമാനമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. उन्होंने अपने पुत्र को अनुशासन की मर्यादा पर रखना चाहा. അദ്ദേഹം തൻ്റെ മകനെ അച്ചടക്കത്തിൻ്റെ പരിധിയിൽ നിർത്താൻ ആഗ്രഹിച്ചു. इसलिए भारवी के अहंकार पर अंकुश लगाने के लिए भरी सभा में उन्होंने उसका अपमान किया. അതുകൊണ്ട് ഭാർവിയുടെ അഹങ്കാരം നിയന്ത്രിക്കാൻ വേണ്ടി നിറയെ ആളുകളുള്ള ഒരു സഭയിൽ വെച്ച് അദ്ദേഹം അവനെ അപമാനിച്ചു. इस घटना से विक्षुब्ध होकर ഭാർവി घर छोड़कर चला गया. ഈ സംഭവത്തിൽ അസ്വസ്ഥനായ ഭാർവി വീട് വിട്ടുപോയി. उनके मन में ऐसी चिंता जागृत हो गई कि जब तक उसके पिता जीवित रहता है तब तक वो लज्जित होता रहेगा. അവൻ്റെ മനസ്സിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ ലജ്ജിച്ച് കഴിയേണ്ടി വരുമെന്ന ചിന്ത ഉണർന്നു. इसी चिंता से प्रेरित होकर उसने उनका वध करने का निश्चय किया. ഈ ചിന്തയുടെ പ്രേരണയാലാണ് അവൻ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചത്. ഭാർവി के चले जाने से उसकी माँ सुशीला बहुत परेशान हो उठी. ഭാർവി പോയപ്പോൾ അവൻ്റെ അമ്മ സുശീല വളരെ വിവശയായിരുന്നു. वो सो नहीं सकी. അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. और पुत्र के बिना भोजन भी न कर सकी. അതുപോലെ മകനില്ലാതെ ഭക്ഷണം ഉണ്ടാക്കാനും കഴിഞ്ഞില്ല.
പുത്ര സെ ഭിജുട്കർ വോ രഹ് നഹി സക്തി ഥി. മകനുമായി പിരിഞ്ഞ് അമ്മയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തബ് പിതാ ने आश्वासन दिया कि वे सुबह होते ही पुत्र को खोज लाएंगे. അപ്പോൾ അച്ഛൻ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, രാവിലെ ആകുമ്പോഴേക്കും മകനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരാം എന്ന്. ജിസ് സമയ മാതാപിതാ ബാത്തേം കർ രഹേ ഥേ തബ് ഭാർവി ഘർ മേ ഹി ചിപ്പാ ഹുവാ ഥാ. ഏത് സമയത്താണോ അച്ഛനും അമ്മയും തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, അപ്പോൾ ഭാർവി വീട്ടിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഉൻകി ബാത്തേ സുൻകർ ഉസ്കി ആംഖേ ഖുൽ ഗയി. അവരുടെ സംസാരങ്ങൾ കേട്ടിട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിതാ കെ ചരണോ പർ ഗിർകർ ഉസ്നെ അപ്നെ ജഘന്യ അപരാധ് കെ ലിയെ ദണ്ഡ് മാംഗ. അച്ഛൻ്റെ കാൽപാദത്തിൽ വീണ് അവൻ തൻ്റെ നീചമായ അപരാധത്തിനു വേണ്ടി ശിക്ഷ ആവശ്യപ്പെട്ടു. ശ്രീധറിനെ അപ്നെ പ്യാരെ പുത്രക്കോ ക്ഷമ കർ ദിയ. ശ്രീധർ തൻ്റെ പ്രിയപ്പെട്ട പുത്രനോട് ക്ഷമിച്ചു. और उन्हें ये समझाने की कोशिश की. പിന്നെ അദ്ദേഹം ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. कि പശ്ചാത്താപ് ഹി സബ്സെ ഉചിത് പ്രായശ്ചിത് ഹെ. എന്തെന്നാൽ പശ്ചാത്താപമാണ് ഏറ്റവും ശരിയായ പ്രായശ്ചിത്തമെന്ന്. ലേക്കിൻ പുത്രനെ ഉൻസെ പ്രായശ്ചിത് കി വിധി ബതാനെ കാ അനുരോധ് കിയ. എന്നാൽ മകൻ അദ്ദേഹത്തിനോട് പ്രായശ്ചിത്തം ചെയ്യാനുള്ള രീതി പറഞ്ഞു തരാൻ അഭ്യർത്ഥിച്ചു. अंत में विवश होकर पिता ने प्रायश्चित का विधान किया. അവസാനം നിസ്സഹായനായി അച്ഛൻ പ്രായശ്ചിത്തത്തിൻ്റെ ഒരു വ്യവസ്ഥ പറഞ്ഞുകൊടുത്തു. कि 6 महीने तक ससुराल में जाकर सेवा करनी है और झूठे भोजन पर अपना जीवन बिताना है. എന്തെന്നാൽ 6 മാസം അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി, അതായത് ഭാര്യയുടെ വീട്ടിൽ പോയി നിന്നിട്ട് അവരെ ശുശ്രൂഷിക്കാനും പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന എച്ചിൽ ഭക്ഷണം കഴിച്ച് ജീവിതം കഴിച്ചു കൂട്ടാനും. ഭാർവി ഉസെ പൂരാ കർനെ കെ ലിയെ ഘർ ചോട്ട്കർ ചലാ ഗയ. ഭാർവി അത് പൂർത്തീകരിക്കാൻ വേണ്ടി വീട് വിട്ടു പോയി. ഇസ് പ്രകാർ ഉൻകാ പ്രതിശോധ പശ്ചാത്താപ് और प्रायश्चित के रूप में परिणत हो गया. ഇപ്രകാരം അവൻ്റെ പകരം വീട്ടൽ പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും രൂപത്തിൽ അവസാനിച്ചു. इस एकांगी के सभी पात्र अपनी अपनी मर्यादा में बंधे रहते हैं. ഈ ഏകാംഗ നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും തൻ്റേതായ പരിധിക്കുള്ളിൽ ബന്ധിച്ചിരിക്കുകയാണ്. इसके संघर्ष സദ്ഭാവനാओं का संघर्ष है. ഇതിലെ പോരാട്ടം സതുദ്ദേശത്തോടെയുള്ള പോരാട്ടമാണ്. रामकुमार वर्मा जी का ये एकांगी मन पर गहरी छाप छोड़ जाता है. രാംകുമാർ വർമ്മയുടെ ഈ ഏകാംഗ നാടകം മനസ്സിൽ ആഴമുള്ള ഒരു മതിപ്പായി അല്ലെങ്കിൽ ഒരു അടയാളമായി തോന്നിപ്പിക്കുന്നുണ്ട്.